തൻ്റെ പങ്കാളിയോട് അമിതമായ രീതിയിൽ വൈകാരികപരമായി ആശ്രയിക്കുന്ന ഒരു പ്രവണതയാണിത്. ഇതിനെ അറ്റാച്ച്മെന്റ് അഡിക്ഷനും എന്ന് പറയാം. നമ്മൾ കേട്ടിട്ടില്ലേ മൊബൈൽ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ എന്നൊക്കെ. ഈ അഡിക്ഷൻസ് എല്ലാം എങ്ങനെയാണോ നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് അഡിക്ഷനിലും സംഭവിക്കുന്നത്. ഇവയിൽ നിന്നെല്ലാം തലച്ചോറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒരു പ്ലഷർ ഫീലിംഗ് ആണ്, അതായത് ആനന്ദ വികാരം എന്ന് പറയാം. ഈ പ്ലഷർ ഫീലിംഗ് നിലനിർത്തുവാൻ നമ്മുടെ ബ്രെയിൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ഇവയുടെ ഉപയോഗത്തെ ശക്തിപ്പെടുത്തുകയും ആവർത്തിച്ചുള്ള ഉപയോഗത്തിനുള്ള സാധ്യത നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനായി നമ്മുടെ തലച്ചോർ അതിനുള്ളിലെ ഡോപ്പമൈൻ, ഒപ്പിയോയിഡ് സിഗ്നൽ സിസ്റ്റത്തെയും സജീവമാക്കി തരും. ഇവിടെ നമ്മുടെ തലച്ചോർ നമ്മെക്കൊണ്ട് തേടിപ്പിക്കുന്നത് പദാർത്ഥങ്ങളെയോ വ്യക്തികളെയോ അല്ല, മറിച്ച് ഈ ഒരു പ്ലഷർ ഫീലിംഗ്, ഈ ഒരു ആനന്ദ വികാരത്തെ കൊണ്ട് തന്നെ ഈ കൂട്ടർ സ്വന്തം ക്ഷേമത്തെക്കാൾ ഈ ബന്ധത്തിന് മുൻഗണന നൽകാൻ തയ്യാറാവുന്നു. അതിനായി വ്യക്തിപരമായ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നതിൽ ഖേദിക്കുന്നില്ല. തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, മൂല്യങ്ങൾ, ലക്ഷ്യങ്ങൾ അവർ സ്വയം നഷ്ടപ്പെടുത്താൻ തയ്യാറാവുന്നു. അവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ അകലേണ്ടി വരുമോ, അല്ലെങ്കിൽ പങ്കാളി തന്നെ ഉപേക്ഷിക്കുമോ, ഒഴിവാക്കുമോ, അവഗണിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഉത്കണ്ഠാപരമായ ചിന്തകൾ മനസ്സിലുള്ളത് കൊണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ നിരന്തരമായ സമ്പർക്കത്തിലൂടെ പെരുമാറുകയും ആശ്വാസവും ഒരു കംഫർട്ടുകളും തൻ്റെ പങ്കാളിയിൽ നിന്നും തേടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. മറ്റു ബന്ധങ്ങളെക്കാൾ ഈ പ്രണയബന്ധത്തിന് മുൻഗണന നൽകാൻ ഈ ആസക്തി അവരെ പ്രേരിപ്പിക്കും. ഇനി പങ്കാളിയിൽ വല്ല നെഗറ്റീവ് ലെവലിലുള്ള പെരുമാറ്റങ്ങളോ പ്രവർത്തികളോ ഉണ്ടെങ്കിൽ പോലും അവർ അതിനെയെല്ലാം സാരമായി കാണുന്ന മനോഭാവത്തിലാവും. സ്വന്തം ആരോഗ്യത്തെ പോലും അടിയറ വെച്ചുകൊണ്ട് അനാരോഗ്യകരമായ ജീവിതയാത്രയിലേക്ക് അവർ സ്വയം നീങ്ങുന്നു. ഓർക്കുക, ആരോഗ്യകരമായ ബന്ധങ്ങൾ പരസ്പര വിശ്വാസത്തിനും ബഹുമാനത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും മുൻഗണന നൽകുന്നു.